ബസന്ത്, നേരത്തെ ഈ വ്യോമപാതയുമായി ബന്ധപ്പെട്ട നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ തന്നെ അത് കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ മറ്റ് വ്യോമപാതകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കമ്പനികൾക്ക്. അത് ഏത് രീതിയിലായിരിക്കും? പാകിസ്ഥാന്റെ തീരുമാനത്തിന് പകരമായിട്ടാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം രാത്രി നോട്ടം പുറപ്പെടുവിച്ചത്. നോട്ടം എന്ന് പറയുമ്പോൾ നോട്ട് ടു എയർമെൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ വ്യോമപാത പാകിസ്ഥാൻ വിമാനങ്ങൾക്ക്, പാകിസ്ഥാൻ പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള വിമാനങ്ങൾക്കെല്ലാം അടച്ചിരിക്കുന്നു എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് പകരമായി വ്യോമപാത അടച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ ഈ സമാനമായ സാഹചര്യം ഇന്ത്യയും സ്വീകരിച്ചതോടെയാണ് ഇപ്പോൾ ബദൽ മാർഗങ്ങൾ അല്ലെങ്കിൽ ബദൽ റൂട്ടുകൾ, വ്യോമപാതകൾ കണ്ടെത്താൻ എല്ലാ വിമാന കമ്പനികളും നിർബന്ധമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്കയിലേക്കും UK-യിലേക്കും യൂറോപ്പിലേക്കും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള പാത പാകിസ്ഥാൻ എയർ സ്പേസ് വഴിയായിരുന്നു, അല്ലെങ്കിൽ വ്യോമപാത വഴിയായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ വ്യോമപാത അടയ്ക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റ് മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് പലപ്പോഴും അമൃത്സർ വഴി കറങ്ങി ഉള്ള ഒരു പാതയാണ്, അറബിക്കടൽ ചുറ്റി പോകുന്ന ഒരു സാഹചര്യം. ഇത്തിരി റൂട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ വ്യോമപാത കൂടുതലാണ്, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ, അല്ലെങ്കിൽ വ്യോമപാതയുടെ ദൈർഘ്യം കൂടുന്നു, യാത്രയുടെ ദൈർഘ്യം കൂടുന്നു, അതോടൊപ്പം തന്നെ ഇന്ധന ചെലവും കൂടുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ഇത് ഹിന്ദുക്കുഷ് വഴിയുള്ള ഒരു പാത പരിശോധിക്കാൻ എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ പുൽവാമ ആക്രമണത്തിൻ്റെ സമയത്തും സമാനമായി വ്യോമപാത അടച്ചപ്പോൾ ഇന്ത്യ ബദൽ റൂട്ടുകൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. 5 മാസത്തോളം ഈ പാക് വ്യോമപാത അടഞ്ഞു കിടന്നു. അപ്പോൾ ഇന്ത്യൻ വിമാനങ്ങളൊക്കെ തന്നെ അന്ന് ഗൾഫിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോയത് ഈ പടിഞ്ഞാറൻ ഭാഗത്തൂടെ തന്നെയായിരുന്നു. അത് ഇത്തിരി ദൈർഘ്യമേറിയ പാതയാണ് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നത്. ഇന്നലെ പുറത്തു വന്ന ഒരു ഉപഗ്രഹ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ പല വിമാന കമ്പനികളും ഈ സംഘർഷ മേഖലയായതിനാൽ ഈ പാകിസ്ഥാൻ എയർ സ്പേസ് അല്ലെങ്കിൽ വ്യോമപാത ഒഴിവാക്കി അമൃത്സർ വഴിയുള്ള പാതയാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ചില പ്രതിരോധ വിദഗ്ധർ നൽകിയിട്ടുള്ള വിവരം. ബസന്ത്, അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര സർക്കാർ 16 യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഷാഹിദ് അഫ്രീദിയുടെ ചാനൽ നിരോധനം ഏർപ്പെടുത്തി. ഇതായപ്പോൾ ഷുഹൈബ് അക്തറിന്റെ ചാനൽ, ഷുഹൈബ് അക്തർ വളരെ വലിയ തോതിൽ ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നു. അക്തറിന്റെ ഉൾപ്പെടെ ചാനലുകൾ, അക്തർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് മറ്റൊരു വികാരം കൊണ്ട് വലിയ വേഗതയും ലോകത്തെ അമ്പരപ്പിക്കുന്ന പീസും കൊണ്ട് നമ്മളെ നേരിടാനെത്തും എന്ന ഇടത്ത് നിന്ന് അടിച്ചങ്ങ് ഗ്യാലറിയിലേക്ക് കളഞ്ഞ ചരിത്രമൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും സച്ചിനും ഒക്കെ ഉള്ളത്. തീർച്ചയായും ഷാർജയിലൊക്കെ നമ്മളത് കണ്ടതുമാണ്. ബസന്ത്, ഞാൻ ചോദിച്ചു വന്നത് ഇപ്പോൾ സിനിമാ താരങ്ങളുടെ, പാകിസ്ഥാൻ സിനിമാ താരങ്ങളുടെ ഒക്കെ ഇൻസ്റ്റഗ്രാം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടി ബാൻ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ രീതിയിൽ നിരോധനങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണോ നമ്മുടെ സർക്കാർ? ഇതിലൊരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളും സിനിമാ താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് ഇന്ത്യൻ പൗരന്മാരടക്കമുള്ളവർ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ യൂട്യൂബ് ചാനലും നിരോധിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതായത് ISPRൻ്റെ യൂട്യൂബ് ചാനലും ബാക്കി അക്കൗണ്ടുകളും ഒക്കെ തന്നെ മരവിപ്പിക്കുന്ന ഒരു നിലപാട്. അതായത് പാകിസ്ഥാൻ്റെ ഒരു പ്രൊപ്പഗൻഡ അത് ഇന്ത്യയിലേക്ക് വലുതായി വരരുത് എന്നുള്ള ആ പ്രചാരണങ്ങൾ, അതിൻ്റെ കേന്ദ്രങ്ങൾ അടയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ റീജിയനിൽ അടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചലച്ചിത്ര താരങ്ങളും ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ബോളിവുഡ് ചിത്രങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രചാരവേല ചെയ്യുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ നിരോധനം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷോയബ് അക്തറിൻ്റെ യൂട്യൂബ് ചാനൽ അടച്ചു. ഷാഹിദ് അഫ്രീദിയുടേത് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് അത് മരവിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. ഇന്നാണ് കൂടുതൽ സിനിമാ താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും നിരോധിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ പോലും അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ പിന്നെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ അക്കൗണ്ടുകൾ, വ്യക്തിഗത അക്കൗണ്ടുകൾ പോലും മരവിച്ചിട്ടുണ്ട്. പലരും എംബഡഡ് ആണ്, അതായത് പാകിസ്ഥാൻ ISIയുമായിട്ടോ അല്ലെങ്കിൽ ISPRമായിട്ടോ അവരുടെ സൈന്യവുമായിട്ടോ ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടിംഗ് നടത്തുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. അവരെ ഫോളോ ചെയ്യുന്നവരും ഇന്ത്യയിൽ ധാരാളമുണ്ട്. അതായത് പാകിസ്ഥാനിലെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു നിരോധനം വലിയ തോതിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇത്രയും വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ചില തമാശയൊക്കെ ഉണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്നുള്ള സംപ്രേഷണം ചെയ്യപ്പെടുന്ന, എറിയപ്പെടുന്ന യൂട്യൂബ് ചാനലിന് അടിയിൽ വന്ന് മലയാളികൾ
വന്ന് കമന്റ് ചെയ്യുന്നു, മലയാളത്തിൽ കമന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾ എത്രത്തോളം ദേശാഭിമാന പ്രചോദിതരായി പാകിസ്ഥാനെ എതിർക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അവിടെ മലയാളത്തിൽ വന്ന് കമന്റ് ചെയ്യുകയാണ് ഈ പാകിസ്ഥാൻ ചാനലിന്റെ അടിയിലൊക്കെ. മലയാളത്തിൽ വലിയ ചാറ്റാണ്, അവരുടെ ഭാഷയും പല ഭാഷകളും ഒക്കെ വരുന്നതിനിടയിൽ മലയാളത്തിൽ തന്നെ കോൺവെർസേഷൻസ് ഇങ്ങനെ തുടരുകയാണ്. അതിനിടയിലാണ് ഈ നിരോധനമൊക്കെ വന്നത്. ഈ ചാറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടാകും, പക്ഷേ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പുമായിരുന്നു അത്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഈ ട്വിറ്റർ ഹാൻഡിലോ അല്ല എക്സ് ഹാൻഡിലോ ഫോളോ ചെയ്യുന്നവരുണ്ടാകും, യൂട്യൂബ് ചാനലുകൾ ശ്രദ്ധിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള. ഇപ്പോൾ പാകിസ്ഥാൻ ഗായകരെ പിന്തുണയ്ക്കുന്ന ഫോളോ ചെയ്യുന്നവരുണ്ട്, അത് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. ഫത്തഹ് അലി ഖാൻ വളരെ പോപ്പുലർ ആയിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹത്തിൻ്റെ മകൻ റാഹത്ത് ഫത്തഹ് അലി ഖാൻ്റെ ഹിന്ദി പാട്ടുകൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു അവിടെ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ അത് നിരോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പാകിസ്ഥാൻ ഗായകർ ഒരുപാട് പേർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട്. അദ്നാൻ സാമി അടക്കമുള്ളവർ ഇന്ത്യൻ പൗരത്വം എടുത്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു റെസിപ്രോക്കൽ സംഭവങ്ങളായിരുന്നു. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഈ സാംസ്കാരിക തലത്തിലുള്ള സഹകരണം ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഒരു യുദ്ധസമാനമായ സാഹചര്യം വരുമ്പോൾ ഇതൊക്കെ നിരോധിക്കുന്ന ഒരു ഘട്ടം വരും. അതായത് അതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു തൊഴിലിനപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ആ ഹാൻഡിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും രാജ്യത്തെ പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ, നമ്മുടെ ഭരണകൂടം സുസജ്ജമാണ്, നമ്മുടെ സേന സുസജ്ജമാണ്. സംരക്ഷണമായാലും പ്രതിരോധമായാലും അതിന് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.